അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാതിലൂ ഫീ സബീലില്ലാഹിൽ ലദീന യുഖാതിലൂനകും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, മതം യുദ്ധമോ സമാധാനമോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. മതം സംക്ഷിപ്തമായി നിർവചിച്ചാൽ മരണാനന്തര ജീവിതത്തിലെ മോക്ഷം കരസ്ഥമാക്കുന്നതിനു വേണ്ടിയും ഈ ലോകത്ത് മനുഷ്യർ പിന്തുടരണം എന്ന് പ്രപഞ്ചനാഥൻ നിർദ്ദേശിച്ച ജീവിത രീതിയാണ്. മതങ്ങൾ എന്ന പേരിൽ ലോകത്ത് പല ദർശനങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും കൃത്യമായി പ്രപഞ്ചനാഥന്റെ മാർഗദർശനങ്ങൾ കലർപ്പില്ലാതെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രബലമായ നിവേദക പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിലും മാത്രമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ യുദ്ധവും സമാധാനവുമായി ബന്ധപ്പെട്ട മതത്തിന്റെ നിലപാടുകളെ ചർച്ച ചെയ്യാൻ പരിമിതമായ ഈ സമയത്തിനുള്ളിൽ പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയുമാണ് ആത്യന്തികമായി ഞാൻ ആശ്രയിക്കുന്നത്. സമാധാനം എന്ന വാക്ക്, ഒരു മനുഷ്യൻ സമാധാനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മറ്റു മനുഷ്യരുടെ ജീവനോ സ്വത്തിനോ അവകാശങ്ങൾക്കോ മേൽ അയാൾ കയ്യേറ്റങ്ങൾ നടത്താതിരിക്കുക എന്നതാണ്. ഒരു മനുഷ്യന് അയാളുടെ മനുഷ്യാസ്തിത്വത്തിന്റെ ഭാഗമായി തന്നെ യഥാർത്ഥത്തിൽ മറ്റു മനുഷ്യരുടെ മേൽ കയ്യേറ്റങ്ങൾ നടത്താനും അതിക്രമങ്ങൾ സംഘടിപ്പിക്കാനും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാനും കൂട്ടക്കുരുതികൾ നടത്താനുമെല്ലാം കഴിയും. അതവന്റെ സ്വാതന്ത്ര്യത്തിന്റെ അസ്തിത്വത്തിന്റെ ഭാഗമാണ്. മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും നശീകരണാത്മകമായൊരു തലമായി ഈ ഒരു കഴിവ്, രക്തച്ചൊലിച്ചിലുകൾ നടത്താനുള്ള കഴിവിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ വചനത്തിൽ മനുഷ്യരെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്ന സമയത്ത് പടച്ച തമ്പുരാനും മലക്കുകളും തമ്മിൽ നടന്നൊരു സംഭാഷണം ഉദ്ധരിച്ചെടുത്ത് മലക്കുകൾ പടച്ച തമ്പുരാനോട് ചോദിക്കുന്നൊരു ചോദ്യം, നീ ഭൂമിയിൽ നിയോഗിക്കുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളുകളെയാണോ എന്ന മലക്കുകളുടെ ചോദ്യം വഴി മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും നശീകരണാത്മകമായൊരു സാധ്യതയാണ് രക്തച്ചൊരിച്ചിൽ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ വീക്ഷണത്തിൽ മനുഷ്യാസ്തിത്വത്തിന്റെ ഈ നശീകരണാത്മകമായ സാധ്യതയിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുകയാണ് മനുഷ്യരെല്ലാവരും ചെയ്യേണ്ടത്. മനുഷ്യർ ഈ ഭൂമിയിൽ മുറുകെ പിടിക്കേണ്ട ജീവിത രീതിയാണ് മതം എന്ന് പറയുമ്പോൾ ആ ജീവിത രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലം രക്തച്ചൊരിച്ചിലുകളിൽ നിന്നും കൊലപാതകങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയുമാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വീക്ഷണം. പരലോകത്ത് പടച്ച തമ്പുരാന്റെ ശിക്ഷ ലഭിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് പടച്ച തമ്പുരാന്റെ വിചാരണ കോടതിയിൽ നാളെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും എന്ന ബോധത്തോടുകൂടി എല്ലാവിധ രക്തച്ചൊരിച്ചിലുകളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും കയ്യേറ്റങ്ങളിൽ നിന്നും മാറി നിന്ന് സമാധാനത്തോടുകൂടി മനുഷ്യർ ജീവിക്കണം എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു മനുഷ്യന് ഭൂമിയിൽ മറ്റൊരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അപരാധങ്ങളിൽ ഒന്നായിട്ടാണ് കൊലപാതകത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. സത്യവിശ്വാസികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത, ഒരു തരത്തിലും സത്യവിശ്വാസികൾ മുതിർന്നുകൂടാത്ത കൊടും പാതകമാണ് കൊലപാതകം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 68-ാമത്തെ വചനത്തിലും ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തു അൽ അൻആമിലെ 151-ാമത്തെ വചനത്തിലും വ്യത്യസ്തമായ രീതികളിൽ പടച്ച തമ്പുരാൻ പവിത്രമാക്കിയ ജീവനെ നിങ്ങൾ ഹനിക്കരുത്, കൊലപ്പെടുത്തരുത്, അത് സത്യവിശ്വാസികൾക്ക് യോജിച്ചതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പ്രസ്താവിക്കുന്നുണ്ട്. ഏതുവരെ എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് മുമ്പിൽ തെറ്റുകളായി തിന്മകളായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ദുഷ്പ്രവർത്തനങ്ങളിൽ പടച്ച തമ്പുരാന് ഏറ്റവും അധികം കോപമുണ്ടാക്കുന്ന ദുഷ്പ്രവർത്തനങ്ങളിൽ ഒന്നായി ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു തരുന്നത് കൊലപാതകമാണ്. സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ, സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കണ്ടെത്താൻ കഴിയും,
പടച്ച തമ്പുരാന് കോപമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനം ഒരു മനുഷ്യന്റെ രക്തം അന്യായമായി ചിന്താനുള്ള വഴി അന്വേഷിക്കലാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രപഞ്ചനാഥൻ പരലോകത്ത് വെച്ച് ആദ്യമായി തീർപ്പ് കൽപ്പിക്കുന്നത്, വിധി കൽപ്പിക്കുന്നത് കൊലപാതകത്തിന്റെ കാര്യത്തിലായിരിക്കും. ഒരാൾ മറ്റൊരാളുടെ രക്തം ചിന്തുക എന്ന കൊടുംപാതകമാണ് പരലോകത്ത് പ്രഥമമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്ന് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പരലോകത്ത് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുക എന്ന കുറ്റവുമായി ഹാജരാക്കപ്പെടുന്ന വ്യക്തി കേവലം ഒരാളുടെ ജീവൻ എടുത്തു എന്ന കുറ്റമല്ല പേറുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം. ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ കൊലപാതകത്തിന്റെ ഗൗരവം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ വധിച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ കൊടും പാതകമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. വമൻ അഹിയാഹ ഫകഅന്നമാ അഹിയൻ നാസ ജമീഅ. ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമായ സൽപ്രവർത്തനമാണ് അയാൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു മനുഷ്യന്റെ ജീവൻ കവരുക എന്നത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ കവരുന്നതിന് തുല്യമായ കൊടും പാതകമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ അർത്ഥത്തിലെല്ലാം കൊലപാതകത്തിൽ നിന്ന്, രക്തച്ചൊരിച്ചിലിൽ നിന്ന്, കൂട്ടക്കുരുതുകളിൽ നിന്ന്, മറ്റു മനുഷ്യരുടെ ജീവനും സ്വത്തിനും മേലുള്ള കയ്യേറ്റങ്ങളിൽ നിന്ന് പരിപൂർണമായി അകന്നു നിൽക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അകന്നു നിൽക്കാതിരിക്കുന്നത് പരലോകത്ത് പടച്ച തമ്പുരാന്റെ ശിക്ഷക്ക് കാരണമായി തീരും എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇസ്ലാം എന്ന ആദർശം. ഇവിടെ നമ്മുടെ ചർച്ചയിൽ മതം എന്ന് പറയാം. ചുരുക്കത്തിൽ മതം എല്ലാ രക്തച്ചൊരിച്ചിലുകൾക്കും എതിരാണ്. എല്ലാവിധ കൊലപാതകങ്ങൾക്കും എല്ലാവിധ കയ്യേറ്റങ്ങൾക്കും എതിരാണ് മതവും മതപ്രമാണങ്ങളും. പിന്നെ എന്തുകൊണ്ട് ലോകത്ത് കൊലപാതകങ്ങളും കയ്യേറ്റങ്ങളും കൂട്ടക്കുരുതികളും ഉണ്ടായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം യഥാർത്ഥത്തിൽ ഭൗതികവാദം മനുഷ്യരെ സ്വാധീനിച്ചു എന്നതാണ്. ഭൗതികവാദം നമുക്കറിയാം, അടിസ്ഥാനപരമായി സിദ്ധാന്തിക്കുന്നത് ദൈവമില്ല, പ്രപഞ്ചനാഥനില്ല, മരണാനന്തര ജീവിതമില്ല, പരലോകമില്ല, മനുഷ്യർ ഈ ലോകത്ത് പിന്തുടരേണ്ട പ്രത്യേകമായ മൂല്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ്. ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് പിന്തുടരാനായി പ്രത്യേക മൂല്യങ്ങളൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന ബോധം മനുഷ്യരുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ച ഭൗതികവാദം മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്നതിലോ അവരുടെ അവകാശങ്ങൾക്കുമേൽ കൈവക്കുന്നതിലോ അധാർമികമായി യാതൊന്നുമില്ല എന്ന തോന്നൽ മനുഷ്യരിൽ വളർത്തി. ഒന്നുകിൽ ഭൗതികവാദികളോ അല്ലെങ്കിൽ ഭൗതികവാദത്തിന്റെ സ്വാധീനത്തിനടിപ്പെട്ട് പരലോക വിശ്വാസവും ദൈവവിശ്വാസവും നേർത്തുപോയവരോ ആണ് ലോകത്ത് കൂട്ടക്കുരുതികൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും എല്ലാം നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. ലോക ചരിത്രത്തിൽ ആദ്യമായി നടന്ന കൊലപാതകം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പുത്രൻ തന്റെ സഹോദരനെ കൊലപ്പെടുത്തിയ സംഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹാബീലിന്റെയും കാബീലിന്റെയും സംഭവം. ഈ സംഭവം വിവരിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചൊരു വാചകമുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 28-ാമത്തെ വചനത്തിൽ ഈ കൊലപാതകം ചെയ്യാനൊരുങ്ങിയ സഹോദരന്റെ മുഖത്തു നോക്കി കൊലപാതകത്തിന് വിധേയനായ പടച്ച തമ്പുരാന്റെ വിനീതനായ അടിമ, പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, സഹോദര, നീ എന്നെ കൊലപ്പെടുത്താൻ എനിക്ക് നേരെ കൈ നീട്ടിയാലും നിന്നെ കൊലപ്പെടുത്താൻ എന്റെ കൈ നിനക്ക് നേരെ നീളുകയില്ല. കാരണം ഇന്നി അഖാഫുല്ലാഹ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ പടച്ച തമ്പുരാനെ ഞാൻ ഭയപ്പെടുന്നു. പടച്ച തമ്പുരാനെ ഭയപ്പെടുന്നത് കൊണ്ട് നിന്നെ കൊലപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലോക ചരിത്രത്തിൽ ആദ്യമായി കൊലക്കത്തിക്ക് ഇരയായ വ്യക്തി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ദൈവഭയമുള്ള, പരലോക ബോധമുള്ള ഒരാൾക്ക് കൊലപാതകം എന്ന കുറ്റകൃത്യത്തിന് ഒരിക്കലും മുതിരാൻ കഴിയില്ല എന്നും കൊലപാതകം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ദൈവചിന്ത മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് കൊണ്ടാണ് എന്നും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോക ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിലെ കൂട്ടക്കുരുതികളെല്ലാം, ആ കൂട്ടക്കുരുതികളുടെ എല്ലാം പിന്നിലുള്ള അടിസ്ഥാന ആശയം ഭൗതികവാദമായിരുന്നു എന്നത് അനിഷേധ്യമായ വിധത്തിൽ നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളായാലും കമ്മ്യൂണിസ്റ്റ് റഷ്യയിലെ കൂട്ടക്കുരുതികളായിരുന്നാലും പിൽക്കാലത്ത് മുതലാളിത്തവും സാമ്രാജ്യത്വവും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് നടത്തിയ അധിനിവേശങ്ങളായിരുന്നാലും ചരിത്രാതീത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മുമ്പ് തന്നെ നടന്ന വ്യത്യസ്ത രാജാക്കന്മാരുടെ പടയോട്ടങ്ങളായിരുന്നാലും അവയെല്ലാം പടച്ച തമ്പുരാൻ എന്ന ബോധം നഷ്ടപ്പെടുകയും കേവലം ഭൗതികമായ ആർത്തികൾ മനുഷ്യരെ നയിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ച ദുരന്തങ്ങളായിരുന്നു എന്നതാണ് വസ്തുത.
ഇതിന്റെ എല്ലാം ശത്രുപക്ഷത്താണ് മതം നിൽക്കുന്നത്. ഭൗതികമായ ആർത്തികളുടെ ഭാഗമായി മറ്റു മനുഷ്യരെ കൊന്നൊടുക്കുകയും രാജ്യങ്ങളിലേക്ക് അധിനിവേശങ്ങൾ സംഘടിപ്പിക്കുകയും രക്തച്ചൊരിച്ചിലുകൾ നടത്തുകയും ചെയ്യുന്ന ഈ ക്രൂരതകളുടെ മുഴുവൻ ശത്രുപക്ഷത്ത് നിലനിന്നുകൊണ്ട് സമാധാനം മുറുകെ പിടിക്കണം എന്ന് മനുഷ്യരോട് ആവശ്യപ്പെടുന്നു ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ഇത് പറയുമ്പോൾ പക്ഷേ ഒരു കാര്യം വളരെ അടിസ്ഥാനപരമായി വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. ഇസ്ലാം കേവലം വ്യക്തിനിഷ്ഠമായ ഒരു ആത്മീയതയല്ല. ഇസ്ലാമിന് വ്യക്തി ജീവിതത്തിലേക്ക് എന്നതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലേക്കും സാമൂഹ്യ ജീവിതത്തിലേക്കും രാഷ്ട്രീയ ജീവിതത്തിലേക്കും എല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. എന്താണ് ഒരു രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനപരമായ ഉത്തരം നമുക്കറിയാം. അക്രമിയുടെ കൈപിടിക്കുകയാണ് ഏതു രാഷ്ട്രത്തിന്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം. യുദ്ധം അധാർമികതയാണ് എന്ന് പറയുമ്പോൾ, രക്തച്ചൊരിച്ചിൽ അധാർമികതയാണ് എന്ന് പറയുമ്പോൾ, അത്തരത്തിലുള്ള വർത്തമാനങ്ങൾക്ക് ചെവി കൊടുക്കാതെ രക്തച്ചൊരിച്ചിലുകൾക്കും യുദ്ധങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ മുന്നോട്ട് വരുന്ന തികഞ്ഞ ഭൗതിക ചിന്തയുള്ള ആളുകളുണ്ടാകാം. അവർ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് യുദ്ധം പാടില്ല, രക്തച്ചൊരിച്ചിൽ പാടില്ല എന്ന് മതം എത്ര തന്നെ പറഞ്ഞാലും ആ ആഹ്വാനത്തിന് ചെവി കൊടുക്കാതെ ആയുധ സന്നാഹങ്ങളുമായി നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾ, ഈ ആളുകളെ എന്തു ചെയ്യണമെന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നൽകുന്ന ഉത്തരം ലോകത്തിൽ അശാന്തിയും അസമാധാനവും ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള കയ്യൂക്ക് കാട്ടുന്ന യുദ്ധത്തിനൊരുങ്ങുന്ന അക്രമങ്ങൾ പ്രവർത്തിക്കുന്ന നിരപരാധികളെ മർദ്ദിക്കുന്ന ആളുകളുടെ കൈപിടിക്കാൻ രാഷ്ട്രം സന്നദ്ധമാകണം. അതിനുവേണ്ടി വേണമെങ്കിൽ രാഷ്ട്രത്തിന് യുദ്ധമാകാം എന്ന ഉത്തരമാണ്. ഭൗതികമായ ഏതെങ്കിലും വിഭവക്കൊള്ളക്ക് വേണ്ടിയല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. ഭൂമിയിൽ കലാപം വിതക്കുന്നവരുടെ കൈപിടിക്കാൻ വേണ്ടി, സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി, നീതി സ്ഥാപിക്കാൻ വേണ്ടി, നന്മ സ്ഥാപിക്കാൻ വേണ്ടി നിയതമായ മാർഗങ്ങളിലൂടെ അതിരുകവിയാതെ യുദ്ധമാകാം എന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണം. യഥാർത്ഥത്തിൽ സമാധാനത്തിനു വേണ്ടിയുള്ള യുദ്ധങ്ങളെയാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നർത്ഥം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ ഈ ഒരു തലം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കൊലപാതകത്തെയും രക്തച്ചൊരിച്ചിലിനെയും എല്ലാവിധത്തിലും എതിർത്ത ഇസ്ലാമിന്റെ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മക്കയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഭീകരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നു. ഒടുവിൽ ആ മർദ്ദനങ്ങളും പീഡനങ്ങളും കൂടിക്കൂടി വന്ന് പിറന്ന നാട്ടിൽ തുടർന്ന് ജീവിക്കാൻ കഴിയാത്തൊരവസരത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്തു. അദ്ദേഹത്തിന്റെ അനുചരന്മാരെയും കൂട്ടി. ആ അനുചരന്മാരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടെ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയും പടയാളികളുമായി തീർന്നു. മദീന എന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ഈ സമയത്ത് മദീനക്ക് നേരെ ആക്രമണവുമായി കടന്നു വന്നു മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകൾ. ഇവിടെ നിരപരാധികളായ മദീനക്കാരുടെ ജീവനും സ്വത്തിനും നേരെ ഒരു സംഘം കയ്യൂക്കുകാരിൽ നിന്ന് ഒരു തരം കയ്യേറ്റമുണ്ടാവുകയാണ്, ആക്രമണം ഉണ്ടാവുകയാണ്. ഇവിടെ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ഇസ്ലാം എന്ന ആദർശത്തെ കഴുത്തുഞെരിച്ച് കൊല്ലുവാനുള്ള പരിശ്രമങ്ങൾ ആയുധം ഉപയോഗിച്ച് മക്കക്കാർ നടത്തുകയാണ്. ശാന്തി സന്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാതെ ലോകത്ത് അശാന്തി വിതച്ച് മനുഷ്യരെ സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകറ്റാനാണ് അവരുടെ പരിശ്രമം. ആ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി, നന്മ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി, പടച്ച തമ്പുരാന്റെ ആദർശം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, ആ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി മദീനയിലെ പ്രജകളുടെ അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങളുടെ എല്ലാം അവസ്ഥ ഇതാണ്. സമാധാനം തകർക്കാൻ അക്രമികൾ ശ്രമിക്കുമ്പോൾ അവരുടെ കൈക്കു പിടിച്ചുകൊണ്ട് സമാധാനവും മതസ്വാതന്ത്ര്യവും ഉറപ്പുവരുത്താനുള്ള സായുധമായ ഇടപെടലുകൾ ഇസ്ലാമിക ഭരണകൂടം നടത്തി. ആ സായുധമായ ഇടപെടലുകളാണ് യുദ്ധങ്ങൾ എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഈ വിഷയാവതരണം ഉപസംഹരിക്കുന്നതിന് മുമ്പ് വളരെ പ്രസക്തമായൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ പറഞ്ഞു, മതം രക്തച്ചൊരിച്ചിലിനെതിരാണ്, ഭൗതികവാദമാണ് രക്തച്ചൊരിച്ചിലിന്റെ ആശയ സ്രോതസ്. എന്നാൽ മതത്തിൽ തന്നെ രക്തച്ചൊരിച്ചിലിനുള്ള ആശയ സ്രോതസ്സായി പരിവർത്തിപ്പിക്കാനുള്ള നിഗൂഢമായ പരിശ്രമങ്ങൾ പിൽക്കാലത്ത് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിശോധിച്ചാൽ സമാധാനവും മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഭരണകൂടം അനിവാര്യമായ സന്ദർഭത്തിൽ നടത്തുന്ന സായുധമായ ഇടപെടലുകൾ, ആ ഇടപെടലുകളിനെ ഇസ്ലാം യുദ്ധമെന്ന് വിളിക്കുന്നു, അനിവാര്യമായ സന്ദർഭങ്ങളിൽ അനുവദിക്കുന്നു. എന്നാൽ
രക്തച്ചൊരിച്ചിലും കൂട്ടക്കുരുതിയും അതൊരു നയമായി സ്വീകരിക്കുകയും രക്തച്ചൊരിച്ചിലിന് സന്നദ്ധമാവുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകാൻ മനുഷ്യരെ ഒരിക്കലും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുവദിക്കുന്നില്ല. അവയിൽ നിന്ന് പൂർണ്ണമായി വിലക്കുകയാണ് ചെയ്യുന്നത്. ലോകത്ത് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ, ആ ഭീകര പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ യഥാർത്ഥത്തിൽ ഈ വസ്തുതകളെയെല്ലാം നിഷേധിക്കാനുള്ള പരിശ്രമമാണ്. ഇപ്പോൾ ലോകത്ത് രണ്ടു തലങ്ങളിൽ നിന്ന് ഒരേ തരത്തിലുള്ള വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഒരു വശത്ത് സാമ്രാജ്യത്വം, ഇസ്ലാം ഭീകരവാദമാണ് എന്ന് പറയുന്നു, ഇസ്ലാമിന്റെ യുദ്ധ ദർശനമാണ് ഭീകരവാദത്തിന്റെ ആശയ സ്രോതസ് എന്ന് പ്രചരിപ്പിക്കുന്നു. മറുവശത്ത് മുസ്ലിങ്ങളിൽ നിന്ന് ഭീകരവാദികളുടെ കുപ്പായമണിഞ്ഞ വളരെ ചുരുങ്ങിയ ഒരു സംഘം തീവ്രവാദികൾ, ആ തീവ്രവാദികൾ ഇസ്ലാമാണ് ഞങ്ങളുടെ തീവ്രവാദത്തിന്റെ ആശയ സ്രോതസ്, പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങൾ തന്നെയാണ് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നു. ഈ രണ്ട് അവകാശവാദങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള കടുത്ത അനീതിയാണ്. യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള സായുധ ഗറില്ലാ മുറകളെ, നിരപരാധികളുടെ കൂട്ടക്കുരുതിയെ, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഒരു നിലക്കും അംഗീകരിച്ചിട്ടേ ഇല്ല. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന യുദ്ധദർശനവുമായി ഇന്ന് നമ്മുടെ നാട്ടിലെ ഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളുമായി ആ യുദ്ധദർശനത്തിനൊരു ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഖുർആനിന്റെ യുദ്ധദർശനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് സമാധാനത്തിന്റെ ദർശനമായ ഇസ്ലാമിന്റെ പേരിൽ ഇവർ ലോകത്ത് രക്തച്ചൊരിച്ചിലുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് ഇവരുടെ ആ പ്രവർത്തനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച് ഇസ്ലാം ഭീകരതയാണ് എന്ന് സാമ്രാജ്യത്വം പറയാൻ ശ്രമിക്കുന്നു. ഇവിടെ ഈ വിഷയാവതരണത്തിന്റെ സമാപനം എന്ന നിലക്ക് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ള സന്ദേശം ഒന്ന് മാത്രമാണ്. മതം പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ജീവിത സന്ദേശം അത് എക്കാലത്തും രക്തച്ചൊരിച്ചിലിന്റെയും കൂട്ടക്കുരുതിയുടെയും യുദ്ധങ്ങളുടെയും ശത്രുപക്ഷത്താണ്. മതം യുദ്ധം അനുവദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ രക്തച്ചൊരിച്ചിലിന് മുതിരുന്ന അക്രമികളുടെ കൈക്ക് പിടിച്ച് ലോകത്ത് സമാധാനം ഉറപ്പുവരുത്താനാണ്. അതല്ലാതെ ഭീകരതയും തീവ്രവാദവും ഏതെങ്കിലും അർത്ഥത്തിൽ നയമായി സ്വീകരിക്കാനല്ല. പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഒരിടത്തും തീവ്രവാദത്തെയോ ഭീകരവാദത്തെയോ സാധൂകരിക്കുന്ന ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല. ഇസ്ലാം ഭീകരവാദമാണ് എന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ മീഡിയയും ഇസ്ലാമാണ് തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആശയ സ്രോതസ് എന്ന് പറയുന്ന മുസ്ലിം ഭീകരവാദി ഗ്രൂപ്പുകളും രണ്ടു കൂട്ടരും കല്ലുവെച്ച നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നുണകൾ ഇസ്ലാമിക പ്രമാണങ്ങളുടെയും ചരിത്രത്തിന്റെയും നിഷ്കൃഷ്ടമായ പരിശോധനയിൽ തകർന്നു വീഴുക തന്നെ ചെയ്യും. ഈ വിഷയം നിങ്ങളുടെ തുറന്ന ചർച്ചയ്ക്കും സംവാദത്തിനു വേണ്ടി സമർപ്പിക്കുകയാണ്. മഗ്‌രിബിന് ശേഷമുള്ള ചോദ്യോത്തര സെഷനിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ച് ഈ സംവാദവേദിയെ സാർത്ഥകമാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മതം, യുദ്ധമോ സമാധാനമോ എന്ന വിഷയത്തിൽ ഹ്രസ്വമെങ്കിലും ഗഹനമായ വിഷയാവതരണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മഗ്‌രിബിന് ശേഷം ബഹുമാനായ എം അക്ബർ നേതൃത്വം നൽകുന്ന ചോദ്യോത്തര വേളയാണ് നമ്മുടെ ഈ തുറന്ന സംവാദത്തിൽ ഇനി അവശേഷിക്കുന്നത്. യുദ്ധം, സമാധാനം, ജിഹാദ്, ഇസ്ലാമിക ചരിത്രത്തെ പറ്റിയുള്ള ആരോപണം തുടങ്ങിയ വിശാലമായ വശങ്ങളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചും കൂടുതൽ ഉന്നയിക്കുവാനും സംശയങ്ങൾ ഉയർത്തുവാനും നിവാരണം നടത്തുവാനും വേണ്ടിയുള്ള ഒരു തുറന്ന സംവാദത്തിന് വേണ്ടി ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. മഗ്‌രിബ് നമസ്കാരാനന്തരം ഉടനെ തന്നെ നമ്മളിവിടെ ഇതിൻ്റെ ചോദ്യോത്തര സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. തുടക്കം എന്നുള്ള നിലക്ക് പ്രാഥമികമായി മറ്റുള്ള കാര്യങ്ങളിലുമെല്ലാമുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളിലും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും അംഗശുദ്ധി വരുത്തുവാനും മറ്റു കാര്യങ്ങളും ഇടപെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് എല്ലാവരും നമസ്കാരത്തിന് വേണ്ടി നീങ്ങുക. വെന്യൂ വളണ്ടിയേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക്, നമ്മൾ ഇപ്പോൾ ഇരുന്ന ചെയറുകൾ മാറ്റി അവിടെയാണ് തൽക്കാലം നമസ്കാരത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത്. സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ വലതുഭാഗത്തുള്ള ചെയറുകളാണ് എടുത്ത് മാറ്റി അവിടെ പായ വിരിക്കേണ്ടത്. പായ എത്രയും പെട്ടെന്ന് വെന്യൂവിൽ വിരിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്നറിയിക്കുകയാണ്.
വുളു ചെയ്യാനുള്ള സൗകര്യം പന്തലിൽ നിന്ന് മുന്നോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ സ്റ്റേജിൻ്റെ വലതുഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. വളണ്ടിയേഴ്സ് കൃത്യമായി ഗൈഡ് ചെയ്യുക. ഒന്നിലധികം സ്ഥലങ്ങൾ വുളു ചെയ്യാൻ വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. വെന്യൂ വളണ്ടിയേഴ്സിൻ്റെ ശ്രദ്ധക്ക് സ്റ്റേജിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ സ്റ്റേജിൻ്റെ വലതുഭാഗത്തുള്ള ചെയറുകളാണ് എടുത്തു മാറ്റേണ്ടത്. അവിടേക്കുള്ള പ്രത്യേകമായി നമ്മൾ സംവിധാനിച്ച പായ വിരിച്ച് നമസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ്. നമസ്കരിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ വളണ്ടിയർമാർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമ്മേളന പ്രതിനിധികൾ എത്രയും പെട്ടെന്ന് അംഗശുദ്ധി വരുത്തി നമസ്കാരത്തിന് തയ്യാറായി എത്തേണ്ടതാണ്. നമ്മുടെ പരിപാടികൾ സമയബന്ധിതമായി നമുക്ക് തുടരേണ്ടതുണ്ട്. വളണ്ടിയർമാർ സൊഫ് ക്രമപ്പെടുത്തി പായകൾ വിരിക്കണം.
വുളു എടുത്തു കഴിഞ്ഞ സഹോദരങ്ങൾ എത്രയും പെട്ടെന്ന് സ്വഫ് ക്രമീകരിച്ച് നിൽക്കണം. നമസ്കാരം ഏതാനും സമയത്തിനകം ആരംഭിക്കുകയാണ്. പുറത്ത് കൂടി നിൽക്കുന്ന പ്രതിനിധികൾ വുളു ചെയ്ത് എത്രയും പെട്ടെന്ന് മുസല്ലയിലേക്ക് എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വുളു ചെയ്തു വന്ന പ്രതിനിധികൾ എത്രയും പെട്ടെന്ന് സ്വഫ് ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ നിൽക്കേണ്ടതാണ്. സ്വഫ് കൃത്യമാക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്നതുകൊണ്ട് സ്വഫ് വളവില്ലാത്ത രൂപത്തിൽ മടമ്പുകാലുകൾ ഒപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്താം. ഒന്നാമത്തെ സ്വഫ് ശരിയായാൽ അതിനനുസരിച്ച് അതിന് പിന്നിലെ സ്വഫുകൾ ക്രമപ്പെടുത്താവുന്നതാണ്. നമ്മുടെ പന്തലിന് പുറത്തുള്ള നമ്മുടെ മുഴുവൻ പ്രതിനിധികൾക്കും നമസ്കരിക്കുവാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. എത്രയും പെട്ടെന്ന് പുറത്ത് നിൽക്കുന്ന പ്രതിനിധികൾ വുളു ചെയ്ത് നമസ്കാരത്തിന് പങ്കുചേരാവുന്നതാണ്. ഒരു തവണ മാത്രമേ നമ്മുടെ നമസ്കാരം ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുഴുവൻ പ്രതിനിധികളും നമസ്കാരത്തിൽ പങ്കുചേരുക. ഹലോ 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 നമസ്കാരത്തിലേക്കുള്ള പ്രതിനിധികൾ എത്രയും പെട്ടെന്ന് മുസല്ലയിൽ എത്തിച്ചേരണം. മഗ്രിബും ഇശാവും ജമ്മും കസറുമായിട്ടാണ്
സമ്മേളന പ്രതിനിധികളുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നത്. പ്രദേശവാസികൾക്ക് ഇശാ നമസ്കാരം പിന്നീട് സൗകര്യം പോലെ നിർവഹിക്കാവുന്നതുമാണ്. നമസ്കാരത്തിന് MSM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സി മുഹമ്മദ് റാഫി സലഫി നേതൃത്വം നൽകുന്നു. ശ്രദ്ധിക്കുക, നമസ്കാരം ആരംഭിക്കുകയാണ്. വുളു കഴിഞ്ഞ ആളുകൾ, ആ പുരുഷന്മാരുടെ ഭാഗത്ത് വുളു ആളുകളൊന്ന് പെട്ടെന്ന് വുളു എടുക്കുകയും ജമാഅത്ത് നമസ്കാരത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. തദ്ദേശീയരായ ആളുകൾ 3 റക്അത്ത് മഗ്‌രിബ് നമസ്കരിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുകയോ സുന്നത്ത് നമസ്കരിക്കുകയോ ചെയ്താൽ മതി. ബാക്കിയുള്ള ആളുകൾ ഇശാ 2 റക്അത്ത് കസ്റാക്കി ജമ്മാക്കി നമസ്കരിക്കേണ്ടതാണ്. ക്യാമ്പസുകളിൽ നിന്ന് വിദൂരമായ ഈ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ കിലോമീറ്ററുകളോളം ദൂരങ്ങളിൽ നിന്ന് വന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ അവർക്ക് കസ്റാക്കി നമസ്കരിക്കാവുന്നതാണ്. രൂപം അറിയാത്ത ആളുകൾ മഗ്‌രിബ് നമസ്കാരം 3 റക്അത്ത് നിർവഹിച്ചതിന് ശേഷം 2 റക്അത്ത് ഇശാ നമ്മളിവിടെ ഒന്നിച്ച് നമസ്കരിക്കുകയാണ്. യാത്രക്കാർ എന്ന നിലക്ക് ഇസ്ലാം നമ്മൾക്കതിന് അനുവാദം നൽകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ നമസ്കാരത്തിൽ യാത്ര ചെയ്ത് ബസ്സുകൾ കയറി വിവിധ ക്യാമ്പസുകളിൽ നിന്ന് ഇവിടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവർക്ക് ഇശാ നമസ്കാരം ഇപ്പോൾ തന്നെ 2 റക്അത്തായി നിസ്കരിക്കാൻ അനുവാദമുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമസ്കാരം ആരംഭിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സ്വലാത്ത് ഖദ് ഖാമത്തിസ് സ്വലാത്ത് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഫുകൾ ശരിയാക്കുക. അല്ലാഹു അക്ബർ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفد البحر
لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا الله أكبر. سمع الله لمن حمده. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. الله أكبر. سمع الله لمن حمده. الله
أكبر الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر السلام عليكم ورحمة الله السلام عليكم ورحمة الله الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر لا إله إلا الله സഫുകൾ ശരിയാക്കാം അല്ലാഹു അക്ബർ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا
لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا الله أكبر سمع الله لمن حمده الله أكبر أكبر الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر الله أكبر سمع الله لمن حمده الله
മതം, യുദ്ധമോ സമാധാനമോ എന്ന വിഷയത്തിൽ